ആ, ആ, ഇതൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് വേണ്ടേ കളിക്കാൻ. ആ, അല്ല അപ്പൊ അണ്ണൂന്റെ അടുത്ത് എനിക്കൊരു നല്ലൊരു ഗുഡ് ഇമേജ് ഉണ്ടാക്കാൻ അപ്പക്കുട്ട ഹെൽപ്പ് ചെയ്യാതെ പറഞ്ഞു. എനിക്കിവിടെ എനിക്ക് സിറ്റിയിലുള്ളൊരു ഫ്രണ്ട് എന്ന് പറയാൻ അവനല്ലേ ഉള്ളൂ. അപ്പൊ അവനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അണ്ണൻ എന്തോ ജോലി കൊടുത്തെന്നോ അവനോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞെന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. അവന് ഞാൻ കുറച്ച് ജോലികൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ ഭയങ്കര ഉത്തരവാദിത്വം ഒട്ടും ഇല്ല അവന്റെ സൈഡിൽ നിന്ന്. ഉത്തരവാദിത്തം ഇല്ലേ? എല്ലാ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ചെയ്യുന്നില്ല ഉത്തരവാദിത്വത്തോടെ. അതല്ലേലും സത്യമാണോ? എന്ത് കാര്യം ഏൽപ്പിച്ചാലും അവനോട് ഒരു ഉത്തരവാദിത്വം ഇല്ല. അല്ല അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് ഇപ്പൊ അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അണ്ണനൊന്ന് അവനെ ഇവിടെ നിർത്തി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്ന് ഏൽപ്പിക്കുവോ? അണ്ണുവിന്റെ അടുത്ത് നല്ല ഇമേജ് ആക്കാൻ. വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അണ്ണാ ഈ റബിക്ക ആരാണ്? റബിയൊക്കെ നമ്മുടെ ഇവിടത്തെ ഒരു കുട്ടിയാണ്. നമ്മളെ പണ്ട് നമ്മുടെ ഗാങ്ങിലെ കോ ലീഡർ ഉണ്ടായിരുന്നല്ലോ സരക്ക്. സരക്കിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു റബിക്ക. ഇല്ല, അങ്ങനെ നമ്മൾ സരക്കിന്റെ കൂടെ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ കണ്ട് അങ്ങനെ പരിചയമുണ്ട്. പിന്നെ എങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഞാൻ പറഞ്ഞേ അത് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആണ്. അതായത് ഇപ്പൊ 4 ചോദിക്കോ, ഞാൻ സമയത്ത് ഫുള്ള് സരക്കിന്റെ കൂടെ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ കൂടെ നടന്ന് അങ്ങനെ ഉറപ്പായിട്ട് നല്ല ഫ്രണ്ട്സ് ആണ്. ഇല്ല വേറെ ഒന്നുമില്ല, വേറെ ഒരു പരിപാടി ഇല്ല. അതല്ല വേറെ ബന്ധങ്ങളൊന്നും ഇല്ലോന്ന്. ബെസ്റ്റ് വേണം, ഇവക്ക് ഹെൽപ്പ് ചെയ്യാൻ ആള് വേണം. എനിക്കും ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല ദർശന, അങ്ങനൊന്നുമില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞത് അത് സൂസന്റെ സിസ്റ്റർ ആണെന്നാണല്ലോ. അപ്പൊ അതൊരു ബന്ധമല്ലേ? അല്ല, സൂസന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സൂസൻ ഒറ്റ മോളെ ഉള്ളൂ, മനസ്സിലായ? സൂസൻ ഒറ്റ മോളെ ഉള്ളൂ. പക്ഷെ അവരിങ്ങനെ കൂടെ നടന്ന് നമ്മൾ ഈ അനിയത്തി ചേച്ചി ഇതെന്റെ ചേച്ചിയുടെ സ്ഥാനത്താ എന്നൊക്കെ